ഇതുപോലെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ള ഭയങ്കര ജ്യൂസിയായ ഈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്താലോ? ഹലോ, വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഞാൻ ബൈറ്റ് സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ്, പിന്നെ ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. അടുത്ത ചിക്കനിൽ കോട്ടിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, പിന്നെ ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, കുറച്ച് എരിവിനും ഇത്തിരി മുളക് പൊടി ഇടാം. അതും കൂട്ടി നല്ല മിക്സ് ചെയ്ത് വെക്കും. ഇനി ചിക്കൻ ഓരോ പീസ് ഈ പൊടിയിലിട്ട് തിന്നായിട്ടുള്ളൊരു കോട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ 2 ട്രിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഐസ് വാട്ടറിൽ ഇതേപോലെ ഡിപ്പ് ചെയ്യണം. ഒരു കുറച്ച് സെക്കൻഡ്സ് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ടി വിയിലെ എന്നും നിൻ്റെ മൊയ്തീൻ സിനിമ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച ചിക്കൻ വീണ്ടും ഈ പൊടിയിൽ തന്നെ ഇട്ട് ഒന്നും കൂടി നല്ല പ്രസ് ചെയ്ത് കുടഞ്ഞെടുത്താൽ ഇങ്ങനൊരു ടെക്സ്ചർ കിട്ടും. ഇനി വേറെ പണിയൊന്നുമില്ല, നേരെ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്യുന്ന സമയത്ത് സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പുറമേ വേഗം ക്രിസ്പിയാവും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. പിന്നെ ഇതെൻ്റെ സ്വന്തം റെസിപ്പി അല്ല, ഇത് ഞാൻ എപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചതാണ്. എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട്. അതിൽ പക്ഷേ ഗ്രൈൻഡ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറിയ ബൈറ്റ് സൈസിലാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്താ ഓരോ ട്രിപ്പായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കഴിച്ചപ്പോൾ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു ഫ്ലേവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.